ദേ പോണവൻ രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ. See the iconic view in 360. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ദുബായിലെ തന്നെ ഒരു പ്രൈം ലൊക്കേഷനിലാണ്. നമ്മുടെ ദുബായിലുള്ള ബെനിയ സ്ക്വയറിൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്ട്രീറ്റ് ടൂറാവും. ഇന്ന് നമ്മൾ പോകാൻ പോണത് GCCകളിലെ തന്നെ ഏറ്റവും വലിയ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകളുടെ ഒരു ഹബ്ബ്. അതെ, നമ്മുടെ ബെനിയാസിലുള്ള സെക്കൻഡ് മൊബൈൽ മാർക്കറ്റിൽ. സോ ഇവിടെയുള്ള കടകളും ഇവിടുത്തെ ഈ ലൊക്കേഷൻസും ഇവിടെയുള്ള ഓരോ ഫോണുകളുടെ വിലയും സർവീസും എല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മൊത്തത്തിൽ ഞെട്ടിപ്പോവും. കാരണം ഇവിടുത്തെ സ്പെക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെ നോക്കിയാലും മൊബൈൽ ഷോറൂമുകളാവും. ഐഫോൺ മുതൽ നമ്മൾ കേൾക്കാത്ത ബ്രാൻഡുകൾ വരെ ഇവിടെ അവൈലബിൾ ആവും. ഇവിടെ ഏകദേശം ഒരു 150 മുതൽ 300 കടകൾ വരെ നമ്മുടെ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആവും. അതും ചെറിയ ഷോപ്പ് മുതൽ വലിയ ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകൾ വരെ. ഇതാണ് നമ്മുടെ ബെനിയാസിലെ സെക്കൻഡ് ഹാൻഡ് മൊബൈലുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു ലൊക്കേഷൻ. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1990കളിലോ. ആ 90 സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ കീപാഡ് ഫോണുകളിൽ നിന്ന് തുടങ്ങിയതാണ്. വലിയ സെറ്റപ്പ് ഒന്നും അറിഞ്ഞില്ല അന്ന് ചെറിയ രീതിയിലുള്ള ഒരു കുഞ്ഞു മൊബൈൽ ഷോപ്പ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുശേഷം 2000 മുതൽ 2010 വരെ ചെറിയ രീതിയിലൊന്ന് മാർക്കറ്റിൽ കയറി വന്നു. 2010 ശേഷം അങ്ങോട്ടേക്ക് വളർന്ന് 2020 മുതൽ ഇപ്പോൾ വരെ ഇപ്പം നമ്മുടെ മൊബൈൽ മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെ കണ്ണ് തള്ളിപ്പോവും. അമ്മാതിരി രീതിയിലുള്ള ഗ്രോത്താണ് അവിടെ നടന്നേക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇവിടെ മൊബൈൽ മാർക്കറ്റ് മാത്രമല്ല, ഇവിടെ മൊബൈൽ സർവീസ് സെൻ്ററും ഉണ്ട്, ഹോൾസെയിലേഴ്സും ഉണ്ട്, എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ പോണത് മൊബൈൽ വാങ്ങാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നന്നായിട്ട് തന്നെ ഫോൺ ചെക്ക് ചെയ്തിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറ്റിക്കപ്പെടും. കാരണം എനിക്കിപ്പോൾ ഇന്ന് ഞാൻ ഒരു മൊബൈൽ വാങ്ങണം എന്നുള്ളൊരു വൈബിലാണ് ഞാൻ മെയിൻലി ഇവിടെ വന്നത് തന്നെ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് സെക്കൻഡ് ഫോൺ എടുക്കണം, സെക്കൻഡ് ഐഫോൺ എടുക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ വന്നത്. ബട്ട് എനിക്ക് ഉള്ളിൽ പേടി. ഞാൻ കുറേ ചെക്ക് ചെയ്തു, എല്ലാം നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ മൊബൈലുകളുണ്ട്. ബട്ട് സെക്കൻഡ് ഫോൺ എടുക്കാൻ എനിക്ക് നല്ല പേടിയായതുകൊണ്ട്. കാരണം ഐഫോൺ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഫോൺ പോലെയല്ല. സെക്കൻഡ് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അവിടെ നമ്മൾ എങ്ങനെയാണ് പറ്റിക്കപ്പെടാ എന്നുള്ളതും കൂടി കാണിക്കണ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഫേസ് ചെയ്ത ഒരു 3 ട്രാപ്പുകൾ. അതെന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പിന്നെ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല. ഇത്രയും കാശും കൊടുത്ത് നമ്മൾ വാങ്ങണ ഫോണാണ് ഐഫോൺ. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയ ബോക്സ് പീസ് തന്നെ നമ്മൾ വാങ്ങി. പിന്നെ നിങ്ങൾ എപ്പോഴും മൊബൈൽ സെക്കൻഡ് എടുക്കുമ്പോൾ അവിടെ റിപ്പയർ ചെയ്യണ ഷോപ്പാണെന്നുള്ളൊരു ഓർമ്മ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോർഡ് നല്ലതായിരിക്കും, അതിൻ്റെ ഡിസ്പ്ലേ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ബാറ്ററി ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. കാരണം അവരെല്ലാം ഓൾട്ടർ ചെയ്ത ഫോണുകളായിരിക്കും. അതെങ്ങനെ ചെക്ക് ചെയ്യാം, എങ്ങനെ ചെക്ക് ചെയ്ത് നമുക്ക് അവിടുന്ന് വാങ്ങാം എന്നുള്ളത് ഞാൻ എന്തായാലും എൻ്റെ ചാനലിൽ നെക്സ്റ്റ് വീഡിയോസുകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കിത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ കാണാം ഐഫോണുകളുടെ ചാകര. ഒരു ലോഡ് ഐഫോൺ അത് അവിടെ ഇരിക്കണത്. എൻ്റെ മോനെ ഇതേ ഇരിക്കണത്. ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ iPhone 17 Pro Max. ഇതേ ഇരിക്കണത് സെയിം ഓറഞ്ച് കളറ്. ആരോ വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ഐഫോൺ നോക്കണുണ്ട്. എൻ്റെ മോനെ ഇതെന്താ ചാളയോ, 4 ഐഫോൺ അവർ അറ്റ് ടൈം വാങ്ങണം. എൻ്റെ മോനെ എക്സ്ട്രീം ലെവല്. ഇന്നലെ ഞാൻ ഇറങ്ങിയ ഫോണാണ് iPhone 17 Pro. 4 എണ്ണം ഞാൻ നിൽക്കുമ്പോൾ തന്നെ വിറ്റുപോയേക്കണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ നിന്നൊക്കെ ഐഫോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മാക്സിമം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. പുത്തൻ ബോക്സ് ആയാലും എന്തായാലും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂമിൽ ചെന്ന് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ ഐഫോണിൽ ചിലപ്പോൾ പ്ലേ സ്റ്റോർ ഉണ്ടാവും. തിരിച്ച് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ മുട്ടാപ്പോക്ക് പറയും. പിന്നെ നിങ്ങളുടെ കാശ് വെള്ളത്തിൽ പോകും. സോ നിങ്ങൾ പുതിയതായാലും നോൺ ആക്റ്റീവ് ആയാലും സെക്കൻഡ് ആയാലും ചെക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങാം.
അത് നിങ്ങൾ ഉറപ്പ് വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാശ് വെള്ളത്തിൽ പോയി എന്ന് പറയാം. സോ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേ. ഇത് ദുബായിലെ തന്നെ GCCയിലെ തന്നെ ഏറ്റവും വലിയ മൊബൈൽ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെക്ക് ചെയ്യുക, വാങ്ങുക. അവർക്കിതൊരു ബിസിനസ്സാണ്. നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ക്യാഷ് നമ്മൾ എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വാങ്ങാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അറിയാവുന്ന ആൾക്കാരെയും കൊണ്ട് വാങ്ങുക. ഇവിടുത്തെ ഈ ഐഫോണുകൾ എന്ന് പറയുന്നത് എത്രയാ, 100 ദർഹംസ് മുതൽ നമുക്ക് ഐഫോണുകൾ അവൈലബിൾ ആവും. 5S ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 80 ദർഹംസ്, 6S ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100-120 ദർഹംസ്, 7S ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 130-140 ദർഹംസ്. ഐഫോൺ 11 Pro ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാ, 600 ദർഹംസ് അല്ലെങ്കിൽ 500 ദർഹംസിന് അത് കിട്ടും. ഐഫോൺ 12 ആണെന്നുണ്ടെങ്കിൽ ഐഫോൺ 12 അല്ല 12 Pro Max നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയേക്കുന്നത് 880 ദർഹംസിന്. 30 Pro Max ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫോൺ 1200 മുതൽ അവൈലബിൾ ആവും. നിങ്ങളൊരു പുത്തനെടുക്കാമെന്നുണ്ടെങ്കിൽ നോൺ ആക്റ്റീവ് പീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1800. അത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് കേട്ടോ. 256 GB 128 GB സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് പറയണത്. അതല്ല, നിങ്ങൾക്ക് കുറഞ്ഞ ഫോണുകൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഹോണറിൻ്റെയൊക്കെ ഫോണുകൾ 250 രൂപ മുതൽ സ്റ്റാർട്ടിങ്. പിന്നെ എത്ര വെള്ളത്തിലിട്ടാലും മുങ്ങിക്കടന്നാലും ചീത്തയാവാത്ത ഫോണുകൾ, അതിൻ്റെ ഉള്ളിൽ പാട്ടും വെച്ച് സിനിമ കാണുന്ന ഫോണുകൾ വരെ ചൈനയിൽ നിന്നുള്ളതൊക്കെ അവൈലബിൾ. സോ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങും. കാരണം നിങ്ങൾക്ക് ഏത് ഫോൺ വേണം, നിങ്ങളവിടെ പോയിട്ടുണ്ട്, 1 ടൈം വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോൺ എടുത്തിരിക്കും. അതെനിക്ക് 100% ഉറപ്പാണ്. കാരണം നമ്മളവിടെ പിടിച്ച് നിർത്തിപ്പോവും. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇവിടെയുള്ള ഈ 150-300 കടകളിൽ എങ്ങനെ പോയാലും ഒരു 50-60 കടകളും മലയാളികളുടെ ആയിരിക്കും. ഇവിടെ മൊബൈൽ മാത്രമല്ല കേട്ടോ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ കംപ്ലൈൻ്റ് ആണെങ്കിൽ അതിൻ്റെ ബാറ്ററി വേണോ, ഗ്ലാസ് വേണോ, ടെമ്പേർഡ് ഗ്ലാസ് വേണോ, കവർ വേണോ, എന്ത് വേണോ അതെല്ലാം കിട്ടും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.